തൃശൂരിൽ നടക്കുന്ന ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗത്തിൽ നിന്ന് ഒരു വിഭാഗത്തെ ഒഴിവാക്കി. മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ വി. മുരളീധരൻ, കെ. സുരേന്ദ്രൻ, സി. കെ. പത്മനാഭൻ എന്നിവരെയാണ് ഒഴിവാക്കിയത്. സംസ്ഥാന നേതൃയോഗത്തെ ഗ്രൂപ്പ് യോഗമാക്കി മാറ്റി എന്നാണ് മുരളീധര വിഭാഗത്തിന്റെ ആക്ഷേപം. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരം? നേതാക്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്, പ്രതികരിക്കുന്നത്? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കം, അതുപോലെ സമീപകാലത്തെ ഭാരതാംബ വിവാദം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനിരിക്കുന്ന ഒരു യോഗം ഒരു ഗ്രൂപ്പ് യോഗത്തിന്റെ നിലയിലേക്ക് മാറിപ്പോയി എന്ന വിമർശനം നേതാക്കൾ ഉയർത്തുന്നുണ്ട്. എന്താണ് ബി.ജെ.പിയിൽ സംഭവിക്കുന്നത്, അലക്സ് റാം മുഹമ്മദ്? റിജിത്ത്, സംസ്ഥാന ബി.ജെ.പിയിൽ കാര്യങ്ങൾ അത്ര ഓക്കെ അല്ല, അത്ര സെറ്റ് അല്ല എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് വികസിത ഭാരതം 2025 അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള ബി.ജെ.പിയുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി അത്തരം കൂടിയാലോചനകൾക്ക് വേണ്ടിയാണ് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃയോഗം ഇന്ന് തൃശ്ശൂരിൽ ചേരുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, അത് നേരത്തെ തന്നെ പാർട്ടിക്കുള്ളിൽ, അതായത് ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വന്ന ആഴ്ചകൾക്കുള്ളിൽ തന്നെ പാർട്ടിക്കുള്ളിൽ ഈ ഒരു അമർഷം ഇങ്ങനെ കിടന്ന് പുകയുന്നുണ്ട്. അതായത് രാജീവ് ചന്ദ്രശേഖർ ഒരു വിഭാഗത്തെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. ഒരു വിഭാഗം, അതായത് ബി.ജെ.പിയിലെ ഒരു ഗ്രൂപ്പ് രാജീവ് ചന്ദ്രശേഖറിനെ ഹൈജാക്ക് ചെയ്തു എന്ന് മറുവിഭാഗം ആരോപിക്കുന്നത്. ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം ഈ തൃശ്ശൂരിൽ നടക്കുന്ന സംസ്ഥാന നേതൃയോഗത്തിൽ നിന്ന് വി. മുരളീധര വിഭാഗത്തെ ഒഴിവാക്കി എന്നുള്ളതാണ്. മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ വി. മുരളീധരൻ, കെ. സുരേന്ദ്രൻ, സി. കെ. പത്മനാഭൻ എന്നിവരെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. അവർ ആരും പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. പി. കെ. കൃഷ്ണദാസ് വിഭാഗത്തിന്റെ മാത്രം പരിപാടിയാക്കി, ഒരു ഗ്രൂപ്പ് പരിപാടിയാക്കി സംസ്ഥാന നേതൃയോഗത്തെ മാറ്റിയെന്നാണ് വി. മുരളീധര വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന്. ഇതിൽ ഈ നേതാക്കൾക്കും അമർഷമുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം പി. കെ. കൃഷ്ണദാസ് വിഭാഗത്തിൽ, പ്രത്യേകിച്ച് പി. കെ. കൃഷ്ണദാസ്, എം. ടി. രമേശ് അതുപോലുള്ള നേതാക്കൾക്ക് മുന്തിയ പരിഗണന, എസ്. സുരേഷ് പോലുള്ള നേതാക്കൾക്ക് മുന്തിയ പരിഗണന നൽകുന്നു എന്ന ആരോപണവും ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ പ്രധാനപ്പെട്ട നേതാക്കളെ പല കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കി മറ്റു നേതാക്കളെ ആശ്രയിക്കുന്നു, പുതിയ നേതാക്കളെ ആശ്രയിക്കുന്നു. പ്രത്യേകിച്ച് ഈ അടുത്തായി പാർട്ടിയിലേക്ക് വന്ന ഷോൺ ജോർജിനെ പോലുള്ള നേതാക്കളെ ആശ്രയിക്കുന്നു. അത് മാത്രമല്ല, അതിൽ ക്രൈസ്തവ നേതാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുന്നു. അനൂപ് ആന്റണി, ഷോൺ ജോർജ് തുടങ്ങി പുതുനിര നേതാക്കളെ അങ്ങനെ കൊണ്ടുവരുന്നു. മറ്റ് യുവനിര നേതാക്കളെ പരിഗണിക്കുന്നില്ല. അതായത് ബി.ജെ.പിയുടെ നേരത്തെ തന്നെ നിലവിലുള്ള പ്രധാനപ്പെട്ട യുവമുഖങ്ങളെ ഒന്നും അത്ര കണ്ട് പരിഗണിക്കുന്നില്ല. പകരം ഇത്തരത്തിലുള്ള ആളുകളെ പരിഗണിക്കുന്നു എന്നൊക്കെയുള്ള വലിയ വിമർശനം ഈ പുതിയ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും ഈ പരിപാടിയിൽ നിന്ന് ഈ വിഭാഗത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. വലിയ അമർഷം അവർക്കുണ്ട്. ഇതിൽ നേതാക്കൾ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. റിജിത്ത്, ശരി. ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗത്തിൽ നിന്ന് ഒരു വിഭാഗം നേതാക്കളെ, പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളെ അടക്കം ഒഴിവാക്കി എന്ന വിമർശനവും ആക്ഷേപവും പരാതിയുമാണ് ഇപ്പോൾ ഉയരുന്നത്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.